മിശിഹായിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, പ്രിയമക്കളെ, ഇന്നേ ദിവസം ലൂക്ക അറിയിച്ച കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 22-ാം അധ്യായം 22-ാമത്തെ വാക്യം, സെന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 22 വേഴ്സസ് 22. എന്നാൽ അവനെ ആര് ഒറ്റുകൊടുക്കുന്നുവോ ആ മനുഷ്യന് ദുരിതം. ഈശോ തന്റെ ശിഷ്യഗണത്തിൽ തന്നെ ഒറ്റുകൊടുക്കാനിരുന്നവനെ ഉൾപ്പെടുത്തി. അത് അവന് വ്യക്തമാകും വിധം വെളിപ്പെടുത്തിയെങ്കിലും മറ്റുള്ളവർക്കൊന്നും മനസ്സിലായി. ആരാണിത് ചെയ്യുന്നത് എന്ന അവരുടെ ചോദ്യത്തിന് ഉത്തരം നേരിട്ട് പറയാനിടയായി. പൂർണ്ണമായും അവന്റെ കാലുകൾ കഴുകുവാൻ തന്നെ ഈശോ തീരുമാനിച്ചു. ഈ ഒരു മനോഭാവം നമ്മൾ ഉൾക്കൊള്ളേണ്ടത് ഒരു ആവശ്യമാണ്. ധീരതയാണ് എന്നെനിക്കറിയാം, സാഹസമാണ്, മനുഷ്യനെ കൊണ്ടത് സാധ്യമോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചേക്കാം. അതെ, വളരെയേറെ സ്നേഹത്തോടെ പരസ്പര ജീവിതം ആരംഭിച്ച ഒരു ഭാര്യയും ഭർത്താവും അവരുടെ ജീവിതത്തിൽ നിന്ന് നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് ഭാര്യ ഒഴിഞ്ഞു പോവുകയാണ്. എന്നിട്ടും അവൾ തിരിച്ചു വരുവാൻ ആഗ്രഹിക്കുന്ന ഈ ഭർത്താവ്, എന്റെ കുഞ്ഞിന് ഒരമ്മയെ വേണം, അതുകൊണ്ട് അവൾ തിരിച്ചു വരട്ടെ എന്നാഗ്രഹിച്ച ഭർത്താവിനെയും അച്ഛന്റെ മനസ്സിലുണ്ട്. ഇന്നലത് സ്വീകരിക്കുവാനുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് അവള് സ്വീകരിക്കുവാൻ തയ്യാറാവുന്നില്ല. അവൾ പറയുന്നു, പെട്ടുപോയച്ചാ, എനിക്ക് തിരിച്ചു വരാൻ സാധ്യം. ഞാൻ ഈ അവസരത്തിൽ ഈശോയുടെ കൂടെ, ഈശോയോട് ചേർന്ന് തന്റെ ശിഷ്യഗണത്തിലായിരുന്ന ഒരു വ്യക്തിയെ തന്നെ ഒറ്റുകൊടുക്കും എന്നറിയാമായിരുന്നിട്ടും ആ വ്യക്തിയെ ഒഴിവാക്കാതെ സഹിച്ച് വഹിച്ചു മുന്നോട്ട് പോയ ഈശോയെ ഒന്ന് കാണിച്ചു തരികയാണ്. നമ്മൾ തളരരുത്. നിരാശാപരമായ അനുഭവങ്ങൾ ഉണ്ടാകാം നമ്മുടെ ജീവിതത്തിൽ. തളരാതെ ധീരതയോടെ സ്നേഹത്തിൽ നിലനിൽക്കുവാൻ, സ്നേഹത്തിൽ ജീവിക്കുവാൻ നമ്മുടെ കർത്താവ് ക്ഷണിക്കുകയാണ്. അങ്ങനെയുള്ള ദുരനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ തളരാതെ ധീരതയോടെ അവയെ തരണം ചെയ്യുവാൻ നമുക്ക് ഏവർക്കും കഴിയട്ടെ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.